സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പൊതുനിരീക്ഷകൻ മൻവേഷ് സിംഗ് സിദ്ധു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള അനുമതി മുൻകൂട്ടി വാങ്ങിക്കണമെന്നും അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. We have randomized in my presence the entire staff which will be put on poll duty. Different teams have been formed and those teams have been assigned the assembly segments. So now within the assembly segment also, before they go to the polling station, again another randomization will happen, and which team will go to which polling station they would only know one day before they are supposed to go there. Regarding randomization of EVMs, first randomization had already happened by which the EVMs have come to this district. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പൊതുനിരീക്ഷകൻ മൻവേഷ് സിംഗ് സിദ്ധു. വാഹനങ്ങൾ, റാലികൾ, യോഗങ്ങൾ എന്നിവയ്ക്കുള്ള അനുമതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുവിധ പോർട്ടൽ വഴി മുൻകൂറായി തേടിയിരിക്കണം. ജില്ലയിൽ ആവശ്യത്തിന് വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റ് മെഷീനുകളുമുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങളുടെ നീക്കത്തെപ്പറ്റി സ്ഥാനാർത്ഥികളെ അറിയിച്ചുകൊണ്ടായിരിക്കും നടപടികൾ പൂർത്തിയാക്കുക. വോട്ടിംഗ് യന്ത്രങ്ങൾ പരിശോധിക്കാൻ സ്ഥാനാർത്ഥികൾക്ക് അവസരമുണ്ടായിരിക്കും. പോളിംഗ് ചുമതലയ്ക്ക് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ നിശ്ചയിക്കുകയും ചെയ്യുന്ന റാൻഡമൈസേഷൻ നടപടികളിൽ സ്ഥാനാർത്ഥികൾക്കും അവരുടെ പ്രതിനിധികൾക്കും പങ്കെടുക്കാം. സുതാര്യമായ രീതിയിൽ വോട്ടിംഗ് നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹം. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ടാവും തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുക എന്നും തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ പറഞ്ഞു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും വരണാധികാരിയുമായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി യോഗത്തിൽ സന്നിഹിതയായിരുന്നു. സ്ഥാനാർത്ഥികളായ റോബി മറ്റപ്പള്ളി, സ്കറിയ MM, സുനിൽ ആലഞ്ചേരിൽ, മന്മഥൻ, ജോമൻ ജോസഫ് സ്രാമ്പിക്കൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജലാശയങ്ങൾ ശുചിയാക്കിയും കോട്ടയം ജില്ലയിൽ സ്വീപ്പിന്റെ ബോധവൽക്കരണ പരിപാടി. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെയാണ് തെരഞ്ഞെടുപ്പ് പങ്കാളിത്തം ഉറപ്പിക്കുന്നതിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജലാശയ ശുചീകരണം. കോട്ടയം ജില്ലയിലെ 32 ജലാശയങ്ങൾ ഏപ്രിൽ 19 വരെയുള്ള കാലയളവിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെ ശുചീകരിക്കും. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം വിജയപുരം കരിപ്പാൽ തോട്ടിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബെബിൻ ജോൺ വർഗീസ്, സ്വീപ് നോഡൽ ഓഫീസർ M അമൽ മഹേശ്വർ, ഇലക്ഷൻ ലിറ്ററസി ക്ലബ്സ് കോർഡിനേറ്റർ ഡോക്ടർ ബിപിൻ K വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി സ്വീപ്പിന്റെ നേതൃത്വത്തിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിപാടികൾ ശ്രദ്ധേയമായി. ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു വിവിധ ബോധവൽക്കരണ പരിപാടികൾ. ചൊവ്വാഴ്ച രാവിലെ 9:30 മുതൽ ആരംഭിച്ച ബോധവൽക്കരണ പരിപാടികൾ DMO ഡോക്ടർ യമുന വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R സന്ധ്യയുടെ അധ്യക്ഷതയിലായിരുന്നു പരിപാടികൾ. ഡെപ്യൂട്ടി DMO ഡോക്ടർ അനു വർഗീസ് വിഷയാവതരണം നടത്തി. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ K വേണുഗോപാൽ ആരോഗ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പൊതുജനങ്ങൾക്കായി പ്രത്യേക ആരോഗ്യ പരിശോധന, ഓട്ടോ ഡ്രൈവർമാർക്കായി അടിസ്ഥാന ജീവിത പിന്തുണ പരിശീലനം, പോസ്റ്റർ പ്രദർശന മത്സരം, ആരോഗ്യ ഭക്ഷണപാനീയങ്ങളുടെ പ്രദർശനം തുടങ്ങിയവയായിരുന്നു പ്രധാനമായും സംഘടിപ്പിച്ചത്. ഞങ്ങളുടെ പാനീയം ഗ്രീൻ ടീ വിത്ത് മിൻറ്റ് ആൻഡ് ലെമണാണ്. ഗ്രീൻ ടീ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഒത്തിരി ഉള്ളതാണ്. അപ്പം ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ എന്ന് കഴിഞ്ഞാൽ അയൺ അബ്സോർപ്ഷൻ കുറയും. അപ്പം നാരങ്ങയ്ക്കകത്ത് വൈറ്റമിൻ C ഒത്തിരി ഉണ്ട്. ആ അബ്സോർപ്ഷൻ കൂട്ടുന്നതാണ്. അപ്പോൾ ഇത് രണ്ടുകൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഗുണം കിട്ടും. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ പ്രാധാന്യം നേടി വരികയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ക്യാൻസറിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. നമ്മുടെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കൊളസ്ട്രോൾ കുറയ്ക്കും. കൂടാതെ ബ്ലഡിൻ്റെ ഷുഗർ ലെവൽ ചെയ്യും. ഇത് 3 ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പലതിൻ്റെയും കൂട്ടായ്മ കൊണ്ട് കൂടുതൽ ഗുണം കിട്ടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മിൻറ്റ് ഇതിനകത്ത് ചേർക്കുന്നു. മിൻറ്റിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് 3 കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് പ്രൊട്ടക്റ്റീവ് ജ്യൂസാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇത് കൂടാതെ. പിന്നെ രണ്ടാമത് വെച്ചേക്കുന്നത് ഞങ്ങൾ ഗൂസ്ബെറി അഥവാ നമ്മുടെ നെല്ലിക്ക ജ്യൂസാണ്. നെല്ലിക്ക ജ്യൂസിന് ഇതുപോലെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷുഗറിൻ്റെ കൺട്രോളാണ്. കൂടാതെ വൈറ്റമിൻ സിയുടെ ഏറ്റവും വലിയ റിച്ച് സോഴ്സുമാണ്. അപ്പോൾ നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്നതിന് പകരം അതിനകത്ത് ജ്യൂസ് ഞാൻ സാധാരണ ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 10 ml എടുത്തിട്ട് ബാക്കി ഒരു 80 ml വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പാനീയമായിട്ട് കിട്ടും. ഡോക്ടർമാരായ M ആശ, CP പ്രിയദർശൻ, സംഗീത ജോസഫ്, R അനുപമ,
തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി സംസാരിച്ചു. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്ന ലോകാരോഗ്യ സംഘടനയുടെ ഈ വർഷത്തെ മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ബോധവൽക്കരണ പരിപാടികൾ. ഉപയോഗിക്കാതെ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്നതും എന്നാൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതുമായ സാധനങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതിനായി ചങ്ങനാശ്ശേരി പായിപ്പാട് ഗ്രാമപഞ്ചായത്തിൽ വാൾ ഓഫ് ലവ് പ്രവർത്തനം ആരംഭിച്ചു. റേഡിയോ മീഡിയ വില്ലേജ് കൊല്ലാപുരം സബ്സ്റ്റേഷൻ്റെയും JCI 4 കോടിയുടെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. റേഡിയോ മീഡിയ വില്ലേജ് കൊല്ലാപുരം സബ്സ്റ്റേഷൻ്റെയും JCI 4 കോടിയുടെയും നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെയും വിദ്യാലയങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയാണ് വാൾ ഓഫ് ലവ് സ്ഥാപിച്ചത്. നാം ഉപയോഗിക്കാതെ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങൾ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. സംഭാവന നൽകിയവരും ഉപയോഗിക്കുന്നവരും പരസ്പരം അറിയുന്നില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പായിപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ കൊല്ലാപുരം 6-ാം നമ്പർ അങ്കണവാടിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KD മോഹനൻ വാൾ ഓഫ് ലവ് ഉദ്ഘാടനം ചെയ്തു. ആൾക്കാർ പാവങ്ങൾ ബുദ്ധിമുട്ടനുഭവിക്കുന്നവരുണ്ട്. ഇന്നിപ്പോൾ ആഹാരത്തിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും വളരെയേറെ മറ്റു കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും. ഇതിപ്പോൾ നല്ലൊരു ആശയമാണ്. ഒരു വീട്ടിലെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനം, ഒരു വസ്തു, അത് മറ്റൊരാൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ഒരിടത്ത് കൊണ്ടുവയ്ക്കുക, ഒരു സ്ഥലത്ത് ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇവിടെ നിന്ന് ആ വസ്തുവിന് ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട്. ഏത് വസ്തുവാണോ ആവശ്യം വരുന്നത് ആ വസ്തു ഇവിടെ കൊണ്ടുവച്ചാൽ അതിൻ്റെ ആവശ്യക്കാർ എടുത്തുകൊണ്ട് പോവുക, അവരുപയോഗിക്കുക. മീഡിയ വില്ലേജ് ഡയറക്ടർ ഫാദർ ജോഫി പുതുപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. റേഡിയോ മീഡിയ വില്ലേജ് കൊല്ലാപുരം സബ്സ്റ്റേഷൻ കോർഡിനേറ്റർ ജോഷി കൊല്ലാപുരം ആമുഖ സന്ദേശം നൽകി. JCI 4 കോടി പ്രസിഡന്റ് ഡോൺ മാത്യു കരിങ്ങട ആദ്യ സാധനങ്ങൾ സമർപ്പിച്ചു. 4 കോടി പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ചോരേട്ട്, സെന്റ് ജോസഫ് സ്കൂൾ മാനേജർ സിസ്റ്റർ ഡാലിയ CMC, മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വിനു ജോബ്, ടീന മോൾ റോബി, പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എബി വർഗീസ്, സിബിച്ചൻ ഒട്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെങ്ങന്നൂർ മേഖലയുടെ ID കാർഡ് വിതരണവും ഫോട്ടോഗ്രാഫിക് ക്ലബ് രൂപീകരണവും കഴിഞ്ഞ ദിവസം നടത്തി. മാന്നാർ സഹകരണ സംഘം ഹാളിൽ നടന്ന പരിപാടി AKPA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് S മോഹനൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. മുൻകാലങ്ങളിൽ എനിക്ക് ഇവിടെ ഇരിക്കുന്ന എന്നെ അത്രയും മുതിർന്നവരല്ലെങ്കിൽ തന്നെ ഫോട്ടോഗ്രാഫിയിൽ ഈ സംഘടന വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവിടെ എന്റെ മുന്നിലായാലും ശരി, സ്റ്റേജിലായാലും ഡൈസിലായാലും ഇരിക്കുന്നത്. ഞാൻ അതിന്റെ പേരെടുത്ത് പറയുകയല്ല. പക്ഷെ ആ ഒരു പ്രവർത്തന രീതിക്ക് ഇന്നൊരു മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളതിന് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം പണ്ടൊരു യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ ഒരു യൂണിറ്റിൽ ഒരു ഫോട്ടോഗ്രാഫറെ ചെന്ന് 3-ഓ 4-ഓ പ്രാവശ്യം ഒരു വർഷത്തിൽ കാണുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ 10-ഓ 20-ഓ രൂപയെ ഉള്ളൂ മാസവരിയെങ്കിലും ആ 2-3 മാസം കൂടുമ്പോൾ മാസവരി പോയി പിരിക്കാൻ വേണ്ടിയിട്ട് ഔദ്യോഗിക ഭാരവാഹികളായിട്ടുള്ള യൂണിറ്റ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ ഇവര് 3 പേരും കൂടെ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആളുകളോ ആ യൂണിറ്റിൽ ചെന്ന് ആ ഫോട്ടോഗ്രാഫറുടെ വിഷയങ്ങൾ തിരക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. സമ്മേളനത്തിൽ AKPA മേഖലാ പ്രസിഡന്റ് റജി മാത്യു അധ്യക്ഷനായി. ID കാർഡ് വിതരണം മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ B രാജേന്ദ്രൻ പിള്ള നിർവഹിച്ചു. ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് KG മുരളി, ജോസഫ് ചെറിയാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചെങ്ങന്നൂർ മേഖലാ ഫോട്ടോഗ്രാഫി ക്ലബിന്റെ ഉദ്ഘാടനം AKPA സംസ്ഥാന സെക്രട്ടറി BR സുദർശനൻ നിർവഹിച്ചു. ജില്ലാ നിരീക്ഷകൻ പ്രസാദ് ചിത്രാലയ, ജില്ലാ PRO സജി എണ്ണക്കാട്, ശാന്തമ്മ ടീച്ചർ മെമ്മോറിയൽ ജേർണലിസം അവാർഡ് കരസ്ഥമാക്കിയ സജു ഭാസ്കർ, ആടുജീവിതം എന്ന ചലച്ചിത്രത്തിൽ സാന്നിധ്യമറിയിച്ച അർച്ചന ശ്രീകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മേഖലാ സെക്രട്ടറി രാജേഷ് രാജ്വിഷൻ, സാനു ഭാസ്കർ, സാമുവൽ PJ, മുരളീധരൻ കോട്ട, സുദേശ് പ്രീമിയർ, ജോൺസൺ ഫ്രെയിംസ്, ഹരി പഞ്ചമി, അഖിൽ കൃഷ്ണൻ, ജിതേഷ് ചെന്നിത്തല എന്നിവർ സംസാരിച്ചു. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു.
പെരുന്നാൾ ദിനത്തിൽ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് സാഹോദര്യത്തിൻ്റെ സന്ദേശം പകർന്ന മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. പെരുന്നാൾ ആഘോഷത്തിലെ നിർബന്ധ ദാനമായ ഫിത്തർ സക്കാത്ത് നൽകിയ ശേഷമാണ് ആബാലവൃദ്ധം പുരുഷന്മാരും പള്ളികളിലെത്തി നിസ്കാരത്തിൽ പങ്കെടുത്തത്. ഇതിനായി പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ആലപ്പുഴയിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. പ്രമുഖ മതപണ്ഡിതന്മാരും നിസ്കാരത്തിന് നേതൃത്വം നൽകി. മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദിൽ രാവിലെ 9-ന് ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമിയും കുരട്ടിക്കാട് ജുമാ മസ്ജിദിൽ രാവിലെ 8:30-ന് നിസാമുദ്ദീൻ നഈമിയും പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഖുതുബ പ്രഭാഷണവും നടന്നു. തുടർന്ന് പരസ്പരം ആശ്ലേഷിച്ച് സ്നേഹം കൈമാറി വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങി. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ബോധവൽക്കരണ ക്ലാസ് നടത്തി. മഹാകവി കുമാരനാശാന്റെ 150ാമത് ജന്മവാർഷികാഘോഷം ആശാൻ സ്മൃതി സന്ധ്യ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. വർത്തമാന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളിലും കൗമാരക്കാരിലും വർദ്ധിച്ചുവരുന്ന ആത്മഹത്യാ പ്രവണത, ലഹരി ഉപയോഗം, പരീക്ഷാഭീതി, പ്രണയനൈരാശ്യം, വിഷാദം, മാതാപിതാക്കളോടുള്ള മോശം പെരുമാറ്റം, നവമാധ്യമങ്ങളുടെ ദുരുപയോഗം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ഉണർവ് 2024 എന്ന പേരിലായിരുന്നു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ടെക്ജൻസിയ CEO ജോയി സെബാസ്റ്റ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും ഉന്നം എന്തെങ്കിലും ജോലി നേടുക, അല്ലെങ്കിൽ ഏതെങ്കിലും സംരംഭത്തിലെത്തുക, അങ്ങനെയുള്ള സംഗതികളാവുമ്പോൾ യഥാർത്ഥ ജീവിതത്തിന് വേണ്ട പല സ്കില്ലും നമ്മൾ പഠിക്കാൻ വിട്ടുപോകുന്നു. സ്കൂളുകളിൽ അതിനുള്ള സാഹചര്യം ഇല്ലാതാവുന്നുണ്ട്. അവിടെ മത്സരാധിഷ്ഠിതമായിട്ട് തന്നെയാണ് എല്ലാത്തിലും മുന്നോട്ട് പോണേ. അപ്പം നമുക്ക് പല പ്രശ്നങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്നുണ്ട്. അത് നമുക്കറിയാം. ആ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ അനൂപ് സാർ നിങ്ങളോട് സീരിയസ് ആയി സംസാരിക്കുമെന്ന് കരുതുന്നു. എന്നാലും ഞാൻ 1-2 ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഈ ലോകം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ ലൈഫ് സ്കില്ല് നേടാനുള്ള സംഗതികളൊക്കെ നിൽക്കുമ്പോൾ തന്നെ ലോകം എങ്ങോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്താ അറിയാത്തതെന്നും കൂടെ ഒരു കാരണമുണ്ട്. എന്നെയോ ഇവിടെ ഈ വേദിയിലിരിക്കുന്ന ആരെയോ പോലും അല്ല നിങ്ങൾ പോലെയല്ല നിങ്ങൾ. അതിന് കാരണം നിങ്ങളൊരു പുതിയ ലോകത്ത് ജനിച്ച് വളർന്ന കുട്ടികളാണ്. അതിന് കാരണമായിട്ട് ഞങ്ങളൊക്കെ കാണുന്നത് നിങ്ങൾ കുറച്ചുകൂടി കുറച്ചുകൂടി സമൃദ്ധമായ ലോകത്താണ് ജനിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് M. രാകേഷ് അധ്യക്ഷനായിരുന്നു. ഫാമിലി കൗൺസിലറും മോട്ടിവേറ്ററുമായ അനൂപ് വൈക്കം ക്ലാസ് നയിച്ചു. യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ, പ്രസിഡന്റ് P. ഹരിദാസ്, വൈസ് പ്രസിഡന്റ് B. രഘുനാഥ്, യോഗം ബോർഡ് മെമ്പർമാരായ PV സാനു, AK രംഗരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ ഏതാനും അറിയിപ്പുകൾ. കുഫോസിൽ 2024-25 അധ്യയന വർഷത്തിലെ ബിരുദാനന്തര ബിരുദം PhD പഠന പദ്ധതികളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. ഫിഷറീസ്, സമുദ്രശാസ്ത്രം മേഖലകളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ MFSC, MSc, MBA, MTech, PhD എന്നീ കോഴ്സുകളിലാണ് പ്രവേശനം. അപേക്ഷകൾ www.admission.kufos.ac.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് നൽകേണ്ടത്. അവസാന തീയതി ഏപ്രിൽ 18. കൂടുതൽ വിവരങ്ങൾ www.kufos.ac.in ലഭ്യമാണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന് കീഴിൽ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന സ്പോർട്സ് അക്കാദമിയിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്ക് 7-8 ക്ലാസുകളിലേക്കും +1 ഒന്നാം വർഷ ഡിഗ്രി ക്ലാസുകളിലേക്കും അണ്ടർ 14 വുമൺ ഫുട്ബോൾ അക്കാദമിയിലേക്കും കായിക താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി സോണൽ സെലക്ഷൻ ട്രയൽസ് ഏപ്രിൽ 22-23 തീയതികളിൽ ചങ്ങനാശ്ശേരി SB കോളേജിൽ നടക്കും. അത്ലറ്റിക്സ്, ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ കായിക ഇനങ്ങളിൽ ജില്ലാ സെലക്ഷനിൽ പങ്കെടുത്ത യോഗ്യത നേടിയവർക്ക് മാത്രമേ സോണൽ സെലക്ഷനിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. തൈക്കോണ്ടോ, ജൂഡോ, സ്വിമ്മിംഗ്, ഖോ-ഖോ, കബഡി, സൈക്ലിംഗ്, ഫെൻസിംഗ്, ബോക്സിംഗ്, ആർച്ചറി, റെസ്ലിംഗ്, നെറ്റ്ബോൾ, ഹോക്കി, ഹാൻഡ്ബോൾ എന്നീ ഇനങ്ങളിൽ നേരിട്ട് സോണൽ സെലക്ഷനിൽ പങ്കെടുക്കാവുന്നതാണ്. കനോയിങ് ആൻഡ് കയാക്കിംഗ്, റോവിംഗ് എന്നീ കായിക ഇനങ്ങളിൽ ആലപ്പുഴ SDV സ്കൂൾ ഗ്രൗണ്ടിൽ മെയ് 3-ന് സോണൽ സെലക്ഷൻ നടത്തുന്നതാണ്. സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾ
www.sportscouncil.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതാണ്. സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അന്നേ ദിവസം രാവിലെ 8 മണിക്ക് ബന്ധപ്പെട്ട രേഖകളുമായി സ്റ്റേഡിയത്തിലെത്തണം. നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാക്ഷരതാ മിഷൻ വഴി നടത്തുന്ന തുല്യതാ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. 10ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. 10ാം ക്ലാസ്സിൽ ചേരുന്നതിന് 17 വയസ്സ് പൂർത്തിയായിരിക്കണം. 7ാം ക്ലാസ് ജയിച്ചിരിക്കണം. ഹയർ സെക്കൻഡറിക്ക് ചേരുന്നതിന് 22 വയസ്സ് പൂർത്തിയായിരിക്കുകയും 10ാം ക്ലാസ് പാസ്സായിരിക്കുകയും വേണം. താൽപ്പര്യമുള്ളവർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സാക്ഷരതാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ 0477 271 0610 94 97 59 8139. ചങ്ങനാശ്ശേരി മോർക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ബുധനാഴ്ച രാവിലെ 10-ന് പൊങ്കാല സമർപ്പണം നടത്തി. ഏപ്രിൽ 8, 9, 10 തീയതികളിലായിരുന്നു ആഘോഷം. ബുധനാഴ്ച വെളുപ്പിന് 4-ന് പള്ളി ഉണർത്തലോടെ ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചു. തുടർന്ന് നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, തിലതൈലാഭിഷേകം എന്നിവ നടത്തി. രാവിലെ 7-നായിരുന്നു നവക പഞ്ചഗവ്യ കലശപൂജ. രാവിലെ 10-നായിരുന്നു പൊങ്കാല സമർപ്പണം. ക്ഷേത്രം മേൽശാന്തി താന്നിക്കാട്ടില്ലം TS വിഷ്ണു നമ്പൂതിരി പൊങ്കാലടുപ്പിൽ അഗ്നി പകർന്നു. ഉച്ചയ്ക്ക് 1-നായിരുന്നു മഹാപ്രസാദമൂട്ട്. വൈകുന്നേരം 6-ന് ക്ഷേത്രസന്നിധിയിൽ താലപ്പൊലി എത്തിച്ചേർന്നു. 6:30-നായിരുന്നു ദേശവാസികൾ ഒത്തുചേർന്ന് സന്ധ്യാദീപം തെളിയിക്കുന്ന ദേശവിളക്ക്. 7-ന് ഉത്സവ ദീപാരാധന നടത്തി. ക്ഷേത്രം തന്ത്രി വാഴപ്പള്ളി തലവനമഠം ഗിരീശൻ നമ്പൂതിരി കാർമ്മികനായിരുന്നു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വസുദേവൻ അമ്പിളിഭവൻ, സെക്രട്ടറി ഷാജു ജി ചെരുവുപറമ്പിൽ, ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ V ഈശ്വരൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. താലവടി തൃക്കയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം ആചരിച്ചു. ഘോഷയാത്രയിലും മറ്റു കർമ്മങ്ങളിലും പങ്കെടുത്തത് നിരവധി ഭക്തജനങ്ങൾ. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 5ാം ദിവസമായ ബുധനാഴ്ച രാവിലെ 4:30-ന് പള്ളി ഉണർത്തലോടെ ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചു. ഗണപതി ഹോമം, ഗ്രന്ഥപൂജ, സഹസ്രനാമജപം എന്നിവയ്ക്ക് ശേഷം 7-ന് ഭാഗവത പാരായണം ആരംഭിച്ചു. 11-നായിരുന്നു രുക്മിണി സ്വയംവരത്തിന്റെ ചടങ്ങുകൾ. ഉച്ചയ്ക്ക് 1-ന് പ്രസാദമൂട്ടിന് ശേഷം ഭാഗവത പാരായണം ആരംഭിച്ചു. വൈകുന്നേരം 5-ന് ഗീതാപാരായണവും 5:45-ന് സർവൈശ്വര്യ പൂജയും നടത്തി. 7-ന് യജ്ഞശാലയിൽ നാമജപം, ദീപാരാധന, പ്രഭാഷണം എന്നിവയ്ക്ക് ശേഷം 8:30-ന് ശാന്തി മന്ത്രം നടത്തി. ബ്രഹ്മശ്രീ പിരളിയില്ലം പരമേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6610 രൂപ, പവന് 52,880 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.